പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കേരള മെയിൽസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് തിങ്സ് ആണ്. അതായത് നമ്മൾ ഒഴിവാക്കാതിരിക്കുന്നതാണ് ഒന്ന് അച്ചാറും ഒന്ന് ഫിഷും. ഫിഷ് കറി ആയിട്ടോ ഫിഷ് ഫ്രൈ ആയിട്ടോ ഒക്കെ നമുക്ക് എപ്പോഴും മെയിൽസിന് നമ്മൾ യൂസ് ചെയ്യുന്നല്ലേ. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി ഒന്നിച്ച് ഒരു ഫിഷ് അച്ചാർ ഇട്ടാലോ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം. ബയോ. ഗായ്സ്, നമ്മള് രണ്ടു കൂട്ടം മീൻ മേടിച്ചിട്ടുണ്ട്. ഒന്ന് മത്തി, ഒന്ന് കേരയും. അപ്പൊ എല്ലാരും അച്ചാറിടുന്നത് കേരയും ചൂരയൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് അതിൽ നിന്നൊരു വെറൈറ്റി പിടിച്ച് നമുക്ക് നമ്മുടെ ചാളമീൻ ഒന്ന് അച്ചാറിട്ട് നോക്കിയാലോ? അടിപൊളിയാണോ? നമുക്ക് നോക്കാം അല്ലേ. അപ്പം വായോ. അപ്പൊ ഗായ്സ്, നമ്മള് അച്ചാറിടാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടുന്ന് മീൻ നന്നായിട്ട് ഫ്രഷ് ആക്കി കിട്ടിയായിരുന്നു. ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മതിയായിരുന്നു. അത് നമ്മൾ കഴുകി നല്ല ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ മുഴുത്ത മത്തിയായിരുന്നേ. നമ്മൾ മൂന്നായിട്ട് മുറിച്ച് അതിനെ ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും കൂടെ കൂട്ടി തിരുമ്മി ഒരു 10-15 മിനിറ്റ് വെച്ചാൽ ആ ഫിഷിലേക്ക് ആ ഉപ്പും എരിവും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് 10-15 മിനിറ്റ് ഇപ്പം ഞാൻ വെച്ച മീനാണേ. പിന്നെ നമുക്ക് വേണ്ടുന്ന അച്ചാറിന് എല്ലാം വേണ്ടുന്നത് തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പിന്നെ പച്ചമുളക്. ഞാൻ കാന്താരി മുളക് എടുത്തേക്കുന്ന അത്, അല്ലാതെ ഗ്രീൻ ചില്ലി വേണ്ടുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആദ്യം വേണ്ടത് എന്നാന്ന് വെച്ചാൽ ചട്ടി ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മുടെ ഈ അരപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന മീനിനെ വറുത്ത് കോരിയെടുക്കുക എന്നുള്ളതാണ്. വറുക്കുക മീൻസ് നമ്മൾ അല്ലാതെ ഫ്രൈ ചെയ്യുന്ന നമുക്ക് ഒത്തിരി കട്ടിക്ക് വേണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ മീൻ വറുക്കുന്ന ഈ ഓയിൽ തന്നെ ആവട്ടെ അച്ചാറും ഇടുന്നത്. അപ്പോൾ നമുക്ക് അതിന് രണ്ടിനും കൂടെ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മളിവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് വറുക്കാനിടാം. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം മീനല്ല ഈ കറിവേപ്പില ഇടാവേ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മീൻ അടി പിടിക്കാതെ ഇരുന്നോളുകയും ചെയ്യും, ആ മീനിന് ആ ഒരു ടേസ്റ്റ് കയറുകയും ചെയ്യുവേ. നമ്മുടെ മീൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പം അധികം ഫ്രൈ ആവേണ്ടാത്തൊന്നും നമുക്ക് കൂടുതലിട്ടാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ പൊടിഞ്ഞു പോകാതെ നമുക്ക് കിട്ടണമെന്ന് മാത്രമല്ലേ. എണ്ണ നന്നായിട്ട് തിളച്ചോണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി. ഒത്തിരി പേരോട് ചോദിച്ചു എന്തിനീ ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ടാക്കുന്നത്, പാനയിലുണ്ടാക്കിയ പോലെ അതാകുമ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ. പക്ഷേ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റും ആ ഒരു നാച്ചുറൽ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ വേറെ എന്തിനകത്ത് ഉണ്ടാക്കിയാലും കിട്ടത്തില്ല. അത് തന്നെയല്ല നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് നമ്മുടെ പണ്ടത്തെ കാലത്തെ മൺചട്ടിയും ഇരുമ്പ് ചട്ടിയൊക്കെയാണ്. നമ്മുടെ ഹെൽത്തിന് ഒരു ഇഷ്യൂസും ഉണ്ടാകാതെ നല്ല ടേസ്റ്റുമായിട്ട് കഴിക്കാം. നമ്മുടെ ഫിഷ് ഇതുണ്ടോ, ഈ ഒരു പരുവം മതി. അധികം ഡീപ് ഫ്രൈ ആകണ്ടാണേ, അച്ചാറിനല്ലേ. ഈ ഒരു പരുവം കുറച്ച് വാട്ടി കളഞ്ഞിട്ട്
കോരിയെടുക്കാം. അധികം ഡീപ് ഫ്രൈ ആകണ്ടെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ അച്ചാറിനധികം നമ്മൾ ലൂസായിട്ടല്ലല്ലോ ഇരിക്കുന്നത്, തിക്കായിട്ടല്ലേ. അപ്പോൾ നമ്മൾ ഒത്തിരി ഡീപ് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന ആ വിനാഗിരിയും ഇതിൻ്റെ ആ ഒരു ഗ്രേവി മീൻ വടിച്ചെടുക്കും. പിന്നെ നമ്മുടെ അച്ചാർ ഭയങ്കര ഡ്രൈ ആയിട്ടും. ഇതാണ് നമ്മുടെ ആ ഒരു പാകത്തുള്ളത്. നമുക്ക് ബാക്കി ഇപ്പോൾ നമ്മുടെ ഫിഷെല്ലാം നമ്മൾ വറുത്ത് കോരി എടുത്ത് വെച്ചിരിക്കുക. കണ്ടോ, ഇത്രയും ഒരു ഇത് മതി, ഈ ഒരു പരുവം ഫ്രൈ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ വറുത്ത് കോരിയ എണ്ണയിലേക്ക് തന്നെ കടുക് 1 ടീസ്പൂൺ മതിയാ കടുക്. ഒരു 2 കുഞ്ഞു സ്പൂണാണ്, കുഞ്ഞു സ്പൂൺ ഉലുവ. നമ്മളെപ്പോഴും അച്ചാറിടുമ്പം ഉലുവയുടെയും കടുകിൻ്റെ അളവ് ഇച്ചിരി മുമ്പോട്ട് നിൽക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ അച്ചാർ കേടാകാതിരിക്കാനും അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവയും കടുകും ഇച്ചിരി കൂടുതലിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകെല്ലാം ചറപറ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പൊട്ടൽ നിന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അവനും ഇങ്ങനെ ചറപറാന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് പൊട്ടിക്കഴിയുമ്പം ഇഞ്ചി, ഇവിടെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവർ രണ്ടുപേരും കൂടെ ഈ എണ്ണയിൽ കിടന്നൊന്ന് വാടി വരട്ടെ. ഒത്തിരി വാടണ്ട, അതിൻ്റെ ഒരു പച്ചമണം മാറി വന്നാൽ മതി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അച്ചാറിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെടുക്കുന്ന പാത്രങ്ങളിലെല്ലാം ഒട്ടും വെള്ളമയം ഇല്ലാതെ നല്ല ഉണങ്ങിയ പാത്രങ്ങളായിരിക്കണം. കാരണം എന്ന് വെച്ചാൽ അച്ചാറിടുമ്പോൾ അച്ചാർ കേടാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളമയം ഒട്ടും പാടില്ല. വെള്ളമയത്തിൻ്റെ ഒരു ഇച്ചിരിയേലും വെള്ളാംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കനപ്പയോവയും കയറും, പെട്ടെന്ന് കേടായിപ്പോവും. പിന്നെ നമ്മൾ അച്ചാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അച്ചാർ നമ്മൾ ഇട്ട് വെക്കേണ്ടത് എപ്പോഴും ഒന്നെങ്കിൽ ഗ്ലാസിൻ്റെ ജാറിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ കാലത്തെയൊക്കെ കൽഭരണിയില്ലേ, അതിനകത്ത് വേണം നമ്മളെപ്പോഴും അച്ചാർ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അച്ചാർ എടുത്തു കഴിഞ്ഞ് തുറന്ന് വെക്കാൻ പാടില്ല. തുറന്ന് വെച്ച് കഴിഞ്ഞാലും അച്ചാർ കേടായിപ്പോവും. നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇതിനകത്ത് അച്ചാർ എടുക്കുക, നമ്മുടെ ആ അച്ചാറിട്ട് വെച്ചേക്കുന്ന ഡപ്പ നന്നായിട്ട് അടച്ചു വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന്, അതായത് എയർ കയറി കഴിഞ്ഞാലും നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോവും. ഇതൊക്കെ നമ്മുടെ അച്ചാർ കേടാകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് കുറച്ച് വാടി വന്നിട്ടുണ്ട്, നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയത് വാടുന്നതിൻ്റെ. ആ നേരത്ത് നമുക്ക് നമ്മുടെ കാന്താരിമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കാന്താരിമുളക് ഇടുമ്പം ചെറുപറാണവും പൊട്ടും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ ഒരു വെള്ളാംശം ഉണ്ടല്ലോ, അത് പോകുന്നതാണേ. ഇനി അധികം വേണ്ട, ഇതുണ്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിന് പാകത്തിന് വാടി വന്നു. ഇത് നമ്മൾ വാട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ അച്ചാറിനകത്ത് ഇടുമ്പം ഒരു ജലാംശം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്ടുന്നു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് തീ കുറച്ചിട്ട് നമ്മുടെ അച്ചാർ പൊടി മസാലകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാവേ. നമ്മൾ എന്തിനാണെങ്കിലും നിങ്ങൾ പൊടി ഇടുമ്പം പൊടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തവി ഇങ്ങനെ വെക്കുക. എന്നിട്ട് ആ തവിയിലേക്ക് പൊടി ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികൾ കരിയാതെ നമുക്ക് കിട്ടും. നമ്മൾ അച്ചാർ പൊടിയാണ് ഇടുന്നത്. ഒരു 2 ടീസ്പൂണോളം അച്ചാർ പൊടി ഇട്ടു. പിന്നെ ഇച്ചിരി കളറിനൊക്കെ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടുന്ന കുറച്ച് കായപ്പൊടിയാണ്. കായപ്പൊടി നമുക്ക് ലാസ്റ്റും ചേർക്കണം. കണ്ടോ, ഇപ്പം നമ്മുടെ പൊടി നമുക്ക് കരിയാതെ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് വരുമ്പോഴത്തേനും നമ്മുടെ പൊടി കരിയും. ഇനി നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഈ തവയോടുകൂടി തന്നെ ഇടുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ, നമ്മുടെ പൊടികൾ കരിയാതെ നമുക്ക് ഈ ഒരു ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തീ വളരെ കുറച്ച് വേണം. അപ്പോൾ ഇത് നമ്മുടെ പൊടിയുടെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മീൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം.
ഒത്തിരി കിടന്നിളക്കല്ലേ, നമ്മുടെ മീന് പൊടിഞ്ഞു പോകും. ചെറുതായിട്ട് ഇങ്ങനെ എടുത്ത് കുടഞ്ഞിടുക ചെയ്യാവുള്ളൂ കേട്ടോ. നമ്മൾ ഉപ്പ് ഒഴിക്കുന്നത് സൂക്ഷിച്ച് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മീനിന് ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് നമ്മൾ തിരുമ്മി വെച്ചതല്ലായിരുന്നോ. നമ്മൾ വിനാഗറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് നോക്കി ഉപ്പ് ഒഴിക്കാവുള്ളേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം ആഡ് ചെയ്യാറുണ്ട്. നമ്മുടെ അച്ചാറിൻ്റെ സ്പെഷ്യൽ പൊടി എന്താണെന്ന് അറിയാമല്ലോ അല്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു. നിങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ഉലുവായും കടുകും ഇല്ലേ, കടുക്, അത് 1 ടീസ്പൂൺ എടുത്ത് എണ്ണയില്ലാതെ ചട്ടിയിൽ വറുത്തെടുക്കുക. എന്നിട്ടത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഈ പൊടി ഇട്ട് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് നാവി വെള്ളം ഊറും. ഓണക്കത്തെ ആ ഒരു സ്മെല്ലും വരും, ഫ്ലേവറും വരും. നമ്മുടെ ഈ ബ്രാഹ്മണന്മാരുടെയൊക്കെ അച്ചാറിൻ്റെ സീക്രട്ടാവും കേട്ടോ അത്. പിന്നെയെന്ന് പറഞ്ഞാൽ കറിവേപ്പില, അത് നമ്മുടെ അച്ചാറിന് ടേസ്റ്റും കൂട്ടും, അച്ചാറ് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അച്ചാറിന് ഇത് കൂടുതൽ നമ്മൾ മീൻ ഫ്രൈ ആക്കി കഴിഞ്ഞ് ഇപ്പം തന്നെ ഉണ്ട് നമ്മുടെ അച്ചാറിന് എണ്ണയില്ല, വെള്ളമയോ ഇല്ലാതെ വരുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാമേ. കറിവേപ്പില ഉള്ളവർ നന്നായിട്ടിട്ടോ. കാരണം വെച്ചാൽ കറിവേപ്പില ഇടുന്നത് നമ്മുടെ അച്ചാർ കേടാകാതിരിക്കാനും അച്ചാറിന് ടേസ്റ്റ് കൂടാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ പറയാറുണ്ടല്ലോ, നമ്മൾ വെള്ളം ആഡ് ചെയ്യല. നമ്മൾ തിളപ്പിച്ച വെള്ളമാണെങ്കിൽ പോലും നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോവും. നമ്മൾ വിനാഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് പുളി ഉപ്പുമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഇച്ചിരി ചാറായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മീൻ ഇനിയും ഇതിനകത്ത് ആ ഒരു വെള്ളം വലിച്ചെടുക്കും. അപ്പം നമ്മുടെ അച്ചാർ വല്ലാണ്ട് കുറുകി പോവും. അല്ലെങ്കിൽ മീനാകുമ്പോൾ ഇച്ചിരി പുളി മുമ്പോട്ട് നിൽക്കണമല്ലോ. ഇച്ചിരി കൂടെ വിനാഗർ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും അച്ചാറിടുമ്പോൾ കണ്ട് ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സിൽ ഇടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിനാഗർ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വിനാഗറും പ്ലാസ്റ്റിക്കും കൂടെ മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കെമിക്കൽ ഫോമിലേക്കാവും. അതുകൊണ്ടാണ് പറയുന്നത് അച്ചാറുകളൊന്നും പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ ഇടരുത്. ഒന്നെങ്കിൽ കൽഭരണി അല്ലെങ്കിൽ ഗ്ലാസ് ജാറിന് കേട്ടോ. പിന്നെ നമ്മൾ അച്ചാർ ഈ കണ്ടെയ്നേഴ്സിനകത്ത് ഇടുമ്പോൾ സൂക്ഷിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ഗ്യാപ്പ്, അതായത് നമ്മൾ ഇതിനകത്തേക്ക് അച്ചാർ ഇടുവരെ അപ്പം ഗ്യാപ്പ് വരാതെ കുത്തി നിറച്ച് ഫില്ല് ചെയ്ത് അച്ചാർ ഇതിനകത്തേക്ക് ഇടുവാണെന്നുണ്ടെങ്കിൽ ആ എയർ ഇതിനകത്തേക്ക് കയറി വരാം. അപ്പം നമ്മുടെ അച്ചാർ കേടാകാതിരിക്കും. എന്നിട്ട് നമ്മൾ നിറച്ച് തന്നെ എടുത്തിട്ട് മേളിലൊരു തുണിയും കൂടെ വെച്ച്, വെള്ള തുണിയും കൂടെ വെച്ച് കവർ ചെയ്ത് കടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ ഒത്തിരി നാൾ കേടുകൂടാതെ നമുക്കിരിക്കാൻ സഹായിക്കുവേ. നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ മീനച്ചാറിലേക്ക് ഒരു ഇച്ചിരി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ മധുരത്തിനല്ല, നമ്മുടെ ആ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനും, പിന്നെ നമ്മുടെ അച്ചാറിന് ആ ഒരു പഞ്ചസാര ഉരുകി ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഇച്ചിരി ഡാർക്ക് കളർ കിട്ടുവേ. കളറിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ആ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്പെഷ്യൽ പൊടി, അത് ഈ ഒരു ടൈമിൽ കുറച്ചുകൂടി ഒന്ന് തൂളി കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടി.
മീനച്ചാറൊക്കെ ഉണ്ടല്ലോ, പറയുകയാണെങ്കിൽ 1 മാസമൊക്കെ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ്. കാരണം വെച്ചാൽ ആ പീസയിലേക്ക് നമ്മുടെ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ പിടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചാറ് മാത്രം മതിയാവും നമുക്ക് ചോറുണ്ണാൻ. പിന്നെ എന്തേലും പേർക്കറിയാം, നമ്മുടെ ഈ മത്തി 2 ഇനം ഉണ്ട് കേട്ടോ. ഞാനത് ഫസ്റ്റ് പറയാൻ വിട്ടുപോയി. അതായത് കോലമത്തിയുണ്ട്, ഉരുളമത്തിയുണ്ട്. ഏത് മത്തിക്കാണ് ടേസ്റ്റ് എന്നറിയാവോ? ഇവിടെ ഉരുളമത്തിക്കാവും കേട്ടോ. അതെങ്ങനെ തിരിച്ചറിയുന്നത് വെച്ചാൽ, നമ്മുടെ ഈ മത്തിയുടെ തലഭാഗം കണ്ടോ, തലഭാഗം ഇതുണ്ട്, ഇതിൻ്റെ നല്ല ഉരുണ്ടായിരിക്കുന്നത്. അതല്ലാതെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന തലയാണെന്നുണ്ടെങ്കിൽ അതാണ് കോലമത്തി. അതിന് വലിയ രുചിയില്ല, മുള്ളും കൂടുതലായിരിക്കുമേ. അപ്പം നമ്മൾ മീൻ മേടിക്കാൻ പോകുമ്പോൾ നമ്മളെങ്ങനെയാണ്, ചേട്ടാ 1 കിലോ മത്തി കേട്ടോ, അല്ലെങ്കിൽ മത്തിയാണെങ്കിൽ അതെടുത്തോന്ന് പറയുള്ളൂ. ഇനി മീൻ മേടിക്കാൻ പോകുമ്പോൾ എല്ലാവരും നോക്കി മേടിക്കണം കേട്ടോ. നമ്മുടെ മത്തി അച്ചാറ് ഏകദേശം റെഡി ആയിക്കൊണ്ട് കണ്ടോ. നമ്മൾ എന്തേലും വിനാഗിരി ഒഴിച്ചതാ എല്ലാം അരിഞ്ഞു പോകും. കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് ലൂസിയാക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇനി ഇരിക്കും തോറും ഇതിൻ്റെ ആ ഒരു വെള്ളം മുഴുവൻ ഇത് വലിച്ചെടുത്തുകൊണ്ടിരിക്കും. കുറച്ചുകൂടെ ലൂസിയാണെങ്കിൽ നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കി വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പം നമ്മുടെ അച്ചാർ ഇതേ നല്ല കുളുകുളാന്ന് തിളച്ച് നല്ല സ്മെല്ലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ബൗളിലേക്ക് മാറ്റി ആറാൻ വെക്കാം. നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ കണ്ടെയ്നേഴ്സിലേക്ക് ആക്കുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇരുമ്പ് ജിഞ്ചിര ഉണ്ടാക്കുന്ന ഏറ്റവും നമ്മുടെ ഹെൽത്തിന് നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഇതിനകത്ത് വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴേ ഒന്നെങ്കിൽ വേറെ ഏതൊരു പാത്രത്തിലേക്ക് മാറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇരുമ്പിൻ്റെ ആവശ്യം നമ്മുടെ ഭക്ഷണത്തിനകത്ത് കയറും എന്നുള്ളതാണ്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഷെയർ ചെയ്യാത്ത എൻ്റെ കൂട്ടുകാർ വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയേക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻസും, നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഞാനതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടുള്ള എന്തെങ്കിലും കുക്കിംഗ് റെസിപ്പി ഉണ്ടെങ്കിൽ അത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരാം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നിടം വരെ ബൈ.